കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. കഥയുടെ പേരാണ് നാടിനെ രക്ഷിച്ച വീരബാഹു. കുന്തള ദേശത്തെ വിദ്യാധര രാജാവിന് ഒരേ ഒരു വിചാരം മാത്രം: തിന്നണം, തിന്നണം, എപ്പോഴും തിന്നണം. പ്രജകളെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. തന്റെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കണം. ചോറും കറിയും പലഹാരങ്ങളും കൊമ്പ നിറയെ വാരി വലിച്ചു തിന്നും. ഏമ്പക്കം വിട്ട് എഴുന്നേറ്റു പോകും. ഉളിയും ഉറക്കവും എല്ലാം കഷ്ടി. ഇത് കൊട്ടാരത്തിൽ സംസാര വിഷയമായി. ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാട് മുടിക്കും. ആളുകൾ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും രാജാവിന്റെ ശരീരം ചീർത്തു. മുടി നീണ്ടു, നഖങ്ങൾ വളർന്നു. അനങ്ങാൻ പോലും വയ്യാതെ കിടപ്പിലായി. നാടിന്റെ നാനാഭാഗത്തു നിന്നും വൈദ്യന്മാർ രാജാവിനെ ചികിത്സിക്കാനെത്തി. പലരും മാറി മാറി ചികിത്സിച്ചിട്ടും ദീനത്തിന് ഒരു കുറവും വന്നില്ല. അപ്പോഴും രാജാവ് തീറ്റ നിർത്തിയേയില്ല. അങ്ങനെയിരിക്കെ ചെറുപ്പക്കാരനായ വീരബാഹു വൈദ്യർ കൊട്ടാരത്തിലേക്കെത്തി. അദ്ദേഹം രാജാവിനെ വിശദമായി പരിശോധിച്ചു, മരുന്നും നൽകി. വൈദ്യരെ, രാജാവെ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടികടക്കും. 2 നേരം കുളിക്കണം, നിത്യവും പല്ലു തേക്കണം, നഖങ്ങൾ വളരുമ്പോൾ വെട്ടി വൃത്തിയാക്കണം. എന്താ, ചെയ്യാമോ? വീരബാഹു ചോദിച്ചു. രാജാവ് തല കുലുക്കി സമ്മതിച്ചു. മാസം 1 കഴിഞ്ഞു. മരുന്ന് കഴിച്ചിട്ടും ശരീരം വൃത്തിയാക്കിയിട്ടും അസുഖം പൂർണ്ണമായി മാറിയില്ല. വീണ്ടും വീരബാഹു കൊട്ടാരത്തിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മണ്ണ് നന്നായി കിളക്കണം, വിത്തെടുത്ത് വിതയ്ക്കണം, ദേഹം വിയർക്കും വരെ വേല ചെയ്യണം. ഇത് കേട്ട രാജാവിന് വീരബാഹുവിനോട് സ്നേഹം തോന്നി. എങ്കിലും അദ്ദേഹം പതുക്കെ പതുക്കെ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. പകലന്തിയോളം ജോലി, കൃത്യസമയത്ത് ഭക്ഷണം. മാസങ്ങൾ കടന്നുപോയി. രാജാവിന്റെ പെരുവയർ ചുരുങ്ങി. ആഹാരത്തിനോടുള്ള ആർത്തി കുറഞ്ഞു. രാജാവ് പൂർണ്ണ ആരോഗ്യവാനായി. രാജാവ് വീരബാഹുവിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ നൽകി. വൈദ്യരെ, എന്റെ രോഗം പൂർണ്ണമായി മാറി. പക്ഷേ നാട്ടിലാകെ പല രോഗങ്ങളും പടർന്നു പിടിക്കുകയാണ്. അതിനും കൂടി താങ്കൾ ഒരു പരിഹാരം കാണണം. വീരബാഹു ചില കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നാട് മുഴുവൻ ഉടൻ വിളംബരം ചെയ്യാൻ മന്ത്രിയോട് കൽപ്പിച്ചു. പടയാളികൾ കവല തോറും ചെണ്ട കൊട്ടി അറിയിച്ചു. ഠും ഠും ഠും. നാട്ടുകാരെ കേട്ടിടേണം. ദേഹമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. ഈച്ച, കൊതുക് മുതലായ കീടങ്ങളെ തുരത്തണം. പുഴ, കിണർ, കുളമെല്ലാം വൃത്തിയായി സൂക്ഷിച്ചാൽ രോഗം പടികടക്കും. ഇത് കേട്ട് കുന്തള ദേശത്തെ ജനങ്ങൾ വീരബാഹു പറഞ്ഞതുപോലെ അനുസരിച്ചു. കുന്തള ദേശത്തു നിന്നും പകർച്ചവ്യാധികൾ